ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ 2.5 മാസം നാട്ടിൽ വെക്കേഷന് പോയി തിരികെ ബഹ്റിനിൽ എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ തിരിച്ചു വരവിൽ എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. എങ്കിൽ ഈ പ്രാവശ്യം വളരെ വിഷമത്തോടെയാണ് തിരികെ പോകുന്നത്. കാരണം നമ്മുടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. വളരെ ദുഃഖത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും, മനുഷ്യർ, മലയാളികൾ മാത്രമല്ല എല്ലാവരും, ഇതറിഞ്ഞ എല്ലാവരും വളരെ ദുഃഖത്തിലിരുന്നൊരു സമയമാണിത്. അതുപോലെ തന്നെ ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരനും അതുപോലെ കുറേ ആളുകളും വണ്ടിയൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ കുറേ സംഭവങ്ങൾ ഉരുൾപൊട്ടൽ മൂലം പലയിടങ്ങളിൽ അങ്ങനെ ഈ വർഷം വളരെ ഒരു വിഷമത്തോടെ ഒരു തിരികെ പോരേണ്ടൊരു സാഹചര്യമാണ്. വീട്ടുകാരെ വിട്ടു പോരുന്നതിൻ്റെ സങ്കടം വേറെയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലുതായിട്ട് ഈ ഒരു ആപത്ത് അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു വിഷമം ഇപ്പോഴും ഉള്ളിൽ നിൽക്കുകയാണ്. അത് നമുക്ക് എന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഓരോ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്കവർക്ക് മനസ്സിന് സമാധാനം കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിന് ഗൾഫ് എയറിനാണ് വന്നത്. ഗൾഫ് എയറിന് നമ്മൾ ചൊവ്വാഴ്ച വെളുപ്പിന് 6:30 ആയപ്പോൾ ബഹ്റിൻ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നമ്മൾ മഹൂസിലേക്ക് പോകുന്ന ചില നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ കുറേ മൂടലൊക്കെ ആയിരുന്നു, നല്ല വെളിച്ചമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയില്ലെങ്കിലും കാഴ്ചയിൽ ഭംഗിയുള്ള കുറച്ച് ഭാഗങ്ങളാണ്. നല്ല ഈന്ത പനകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറച്ചൊരു പ്രദേശമാണ്. അപ്പോൾ കണ്ടപ്പോൾ കുറച്ച് ഭംഗി തോന്നി. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. വീഡിയോ മങ്ങിയാണ് ഇരിക്കുന്നത്. കുറച്ച് കാഴ്ചകൾക്ക് ഭംഗി കുറവുണ്ടെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയറും ലൈക്കും ഒക്കെ ഇതുവരെ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ അടിക്കുക. വീഡിയോ പുതിയതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.